ഈ ഒരു ഡിബേറ്റ് ടാസ്കില് അഭിഷേകിന് ബോണസ് പോയിന്റ് വിട്ടുകൊടുക്കാൻ ജാസ്മിൻ തയ്യാറല്ലായിരുന്നു. കാരണം അഭിഷേക് ഈ ആഴ്ച പുറത്തു പോകുമെന്ന് ഉറപ്പായിരുന്നുവെന്ന് ഇപ്പൊ അർജുനോടും സിജോയോടും ജിൻഡോയോടും ഇരുന്ന് പറയുന്നത് കേട്ടില്ല ഇതിനകത്ത്. അപ്പോൾ ജിൻഡോ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. ജാസ്മിനെ അർജുനെ നിങ്ങൾ കളിച്ചത് ഒരു കിണ്ണൻ ഗെയിമാണ്, കിഡിലൻ ഗെയിമാണ്. കാരണം ബോണസ് വെച്ചിട്ട് കളിച്ചാലും ടിക്കറ്റ് ഫിനാലെ ജയിച്ചാലും അവൻ ടോപ്പ് 5 വരുമോ എന്ന് സംശയമാണ്. നിങ്ങൾ കാണിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇതൊക്കെ പറയുന്നത് കേൾക്കാൻ നല്ല രസമൊക്കെ ഉണ്ട്, പക്ഷെ ഇങ്ങനെയൊന്നും ആലോചിച്ചിട്ടൊന്നും അല്ല അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. ജിൻഡോയ്ക്ക് ഇത് ഋഷിക്ക് കിട്ടിയതിലുള്ള സന്തോഷമാണ് പുള്ളി പ്രകടിപ്പിച്ചത്. പക്ഷെ ഇത് വേറെ രീതിയിൽ ഫ്രെയിം ചെയ്ത് പറഞ്ഞു ജാസ്മിനും അർജുനും ആയോണ്ട്. ജാസ്മിനും അർജുനും ഇത് കിട്ടില്ല എന്നും പുള്ളിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. കാരണം അഭിഷേക് അപ്പുറത്തുണ്ട്. ആ രീതിയിലുള്ള ഒരു സന്തോഷ പ്രകടനമായിരുന്നു ഇത്, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ ആക്ടിവിറ്റി ഏരിയയിലെ സംവാദങ്ങൾ TV കാണിച്ചിരുന്നു, എല്ലാം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു എല്ലാവരും. ഏതായാലും ഋഷിക്ക് കിട്ടിയത് ടിക്കറ്റ് ഫിനാലെ ഒന്നും അല്ല, ഒരു ബോണസ് മാത്രമാണ്. ടിക്കറ്റ് ഫിനാലെ ജയിച്ചാൽ മാത്രമേ ദിവസങ്ങൾ കൂടുതൽ കിട്ടത്തുള്ളൂ. ഇത് നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു സംഭവമേ അല്ല. ഋഷി എന്തിനാണ് അവിടെ പീപ്പിൾസ് റൂമിൽ കിടന്ന് കരഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഋഷി കടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. ടിക്കറ്റ് ഫിനാലെ ജയിച്ചാൽ മാത്രമേ ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകത്തുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടാണോ എന്നറിയത്തില്ല. അതൊരു റിയലൈസേഷൻ ആയിട്ട് ചിലപ്പം അങ്ങനെ ഓർത്തുകൊണ്ട് കരഞ്ഞതായിരിക്കാം. ഏതായാലും ജിൻഡോ ഇങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞു, ഋഷി ടോപ്പ് 5 വരില്ല എന്നൊരു പോയിന്റ്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.